ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയ ഷോർട്ടാണ്. പലർക്കും എൻ്റെ ടെറസിലെ ഓറഞ്ച് എന്തായി കാരണം ഇപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ വിവാദം നടക്കുകയാണല്ലോ. നമ്മളെ നാട്ടിൽ കായ്ക്കൂല, ആനയാണ്, തോട്ടിയാണ്, മറ്റേതാണ്. അപ്പോൾ ഞാൻ നമ്മളെ ടെറസിൻ്റെ മുകളിലുള്ള ഒരു ഓറഞ്ച് ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ കയറിയിട്ട് ഞാനത് പഴുത്തതിൻ്റെ ദിവസം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിറയെ ഫ്രൂട്ടായിരുന്നു. പക്ഷേ മഴ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ മഴ നമുക്കൊരു ചെറിയ പ്രശ്നമാണ്. എങ്കിലും മഴേനെ അതിജീവിച്ചിട്ട് അത്യാവശ്യം ഓറഞ്ചുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്ല, എൻ്റെ സൈസാണിത്. ഈ ഓറഞ്ച് നമ്മളെ നാട്ടിൽ കായ്ക്കൂല, പക്ഷെ അതിന് വേറെ ഒന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കാറ് വാങ്ങിയിട്ടിട്ട് കാര്യമില്ലല്ലോ, ഡ്രൈവിംഗ് അറിയണ്ടേ. അപ്പോൾ ഇതെൻ്റെ ടെറസിൽ കായ്പിച്ച് എന്തിനാണ് തിന്നണത്? ഇതിങ്ങനെ കണ്ട് നിന്നാൽ പോരെ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ടെറസിലെ പ്ലാന്റുകൾ കൂടെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഓറഞ്ച് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് നല്ല കൊല കുത്തി കായ്ക്കുന്ന ഒരു ഇനമാണ് ഓറഞ്ച്. കണ്ടത് നല്ല ബഞ്ചായിട്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ഈ മഴയുടെ ഒരു ചെറിയ പ്രശ്നം കാരണം നമുക്ക് എങ്കിലും അത്യാവശ്യം ഫ്രൂട്ടുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പാഷനൊക്കെ ആയിട്ട് വീട്ടിൽ നമ്മളെ കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടൊന്നും ഓറഞ്ചൊന്നും നമ്മളെ നാട്ടിൽ വെക്കരുത്. നമുക്ക് സ്വന്തം ഒരു ആവശ്യത്തിന് കാണാനും ഭംഗിക്കും അത് ഇതേപോലെ കൊലച്ച് നിൽക്കുന്നത് കാണാനും വീട്ടാവശ്യത്തിനൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ പൊട്ടിക്കുക. പിന്നെ അത്രേ നമുക്ക് ഓറഞ്ച് നമ്മളെ ക്ലൈമറ്റിലേക്ക് പറ്റുള്ളൂ. ഇത് ടെറസിലൊരു കല്ലുകെട്ടിയാണ്. മരമൊക്കെ അത്യാവശ്യം മഴയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധ വന്നിരുന്നു. പക്ഷെ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഫ്ലവർ കിട്ടുമെന്നുള്ളത് അറിയില്ല. കാരണം ഇതൊക്കെ മഴ കൊണ്ട പൂക്കളാണ്. ഇലകളില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് പൂക്കളുണ്ട്. ടെറസ് കാണിക്കുമ്പോൾ ചിലരൊക്കെ അപ്ഡേഷൻ ചോദിക്കും. ഇത് നമ്മുടെ ബേറാപ്പിളാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്ത കാരണമാണ് വീണ്ടും ചെയ്യാത്തത്. ഇതൊക്കെ ഇങ്ങനെ വരുന്നവരിങ്ങനെ പൊട്ടിച്ച് പോക്കാണ്. അത്യാവശ്യം നിറയെ കായകളുള്ള ഒരു പച്ച ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഒക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കവറിട്ടിട്ട് വെച്ചിട്ടുണ്ട്. നാംഡോക്കൊക്കെ ഇങ്ങനെ പൂവിട്ട് വരുന്നുള്ളൂ. എന്തായാലും കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഡിസംബറിലാണ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രാവശ്യത്തെ മഴയും കാര്യമൊക്കെ കൊണ്ട് ഇതൊന്നും നമുക്കങ്ങനെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പലരും ടെറസിൻ്റെ അപ്ഡേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ചിക്കു, ബനാന ചിക്കു ഓഫ് സീസണാണ് ശരിക്ക്. എങ്കിലും കുറേശ്ശൊക്കെ ഫ്രൂട്ട് ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടലില്ല എന്നുള്ളതാണ്. എല്ലാം അതിൻ്റെ അവകാശികൾ കൊണ്ടുപോകും. കുറച്ചൊക്കെ നമ്മൾ വലയിട്ട് വെച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. നാംഡോക്കാണ്. R2E2 ഒന്നും പ്രാവശ്യം ഫ്ലവർ ചെയ്ത് കണ്ടിട്ടില്ല. പ്രതീക്ഷിക്കാൻ നമുക്ക് ഇനിയും ടൈമുണ്ട്. ആണ് R2E2. നമ്മൾ മുസംബി, വേറെ കാര്യമായിട്ട് മാവുകളൊന്നും അങ്ങനെ ആയിട്ടില്ല. കുളമ്പാണ്. കുളമ്പ് മാങ്ങ പിന്നെ എല്ലാവർക്കും അറിയാമല്ലേ, എയറിൽ കായ്ക്കുന്നതാണ്. ചെറിയ കണ്ണിമാങ്ങ കായ് വരുന്നുണ്ട് കുളമ്പിൻ്റെ.
നമുക്ക് നമ്മളെ സീസണിൽ ഏറ്റവും ആദ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് കുളമ്പ്. അപ്പം അതിങ്ങനെ ചെറിയ കണ്ണിമാങ്ങ ഒക്കെ ആയിട്ടുണ്ട്. കൊല്ലം പൊതുവെ ലേറ്റാണ്. സാധാരണ ഡിസംബറിൽ നമുക്ക് ജനുവരി ഒക്കെ ആകുമ്പോഴേക്ക് മാങ്ങ പഴുത്ത് കിട്ടാറുണ്ട് കുളമ്പിൻ്റെ. ഇപ്പോൾ ഒരു തലക്കന്ന് ഫ്ലവർ ഉണ്ട്, ഒരു തലക്കൽ കണ്ണിമാങ്ങ ചെറിയ കണ്ണിമാങ്ങ ആയി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ടെറസിൻ്റെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ ബ്ലാക്ക് തായ്ക്കിങ് ഞാവലാണ്. അപ്പോൾ അത് ഒന്ന് ഞാൻ ചെറിയ ചട്ടിയിൽ വെച്ചതാണ്, വലിയ ചട്ടിയൊന്നുമല്ല, ഡ്രമ്മൊന്നുമല്ല, ഒരു ബ്ലാക്ക് ചട്ടിയിൽ വെച്ചതാണ്. അത്യാവശ്യം പൂവിട്ട് വരുന്നുണ്ട്. ഇത് ഡ്രമ്മിൽ വെച്ച കുരുമുളകാണ്. ആയിട്ടില്ല, പറിക്കാനായിട്ടില്ല. അത്യാവശ്യം തിരികളും കായ്കളൊക്കെ ഉണ്ട്. ഇത് അബിയു ആണ്, ജൈൻ്റ് അബിയു ആണ്. തൈ ട്രീറ്റ്മെൻറ്റ് വളരെ കുറവാണ്. കാരണം ഡ്രമ്മിൽ സൂട്ടാവില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഞാൻ ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാണ്. ഡ്രമ്മിൽ അതൊരു നല്ലൊരു സക്സസ് ആകുന്നില്ല. ഇത് പിന്നെ ചെറിയ തൈ പെട്ടെന്ന് കായ്ച്ചാണ്. ഇത് ആദ്യത്തെ തൈ നഷ്ടപ്പെട്ട് രണ്ടാമത് വെച്ചതാണ്. പൊതുവെ ഒന്നിനും സമയം കിട്ടാറില്ല. കാരണം ഗാർഡനിലും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കാവുമ്പോൾ ഇതിനെ വന്ന് നോക്കാനുള്ളൊരു പ്രയാസമാണ്. അപ്പോൾ തൈകളൊക്കെ വെക്കുന്നവർ അവരവർക്ക് അതിൻ്റെ നോട്ടം എത്തുകയാണെങ്കിൽ മാത്രം ടെറസിലൊക്കെ വെച്ചാൽ മതി. കാരണം അതിൻ്റെ പരിചരണം എത്തിപ്പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെക്കുക, എണ്ണം കുറച്ച് വെക്കുക, പിന്നെ അവരവരെ കഴിവിനനുസരിച്ചിട്ട് മാത്രം വെക്കുക. ഞാൻ അബിയു റെക്കമെൻഡ് ചെയ്യാറില്ല ഡ്രമ്മിൽ. അബിയു, റംബുട്ടാൻ, ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ ഡ്രമ്മിൽ റെക്കമെൻഡ് ചെയ്യാത്തത്. ഞാവലിൻ്റെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അതല്ല ഞാവൽ പൂവിട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഞാവൽ തായ്ക്കിങ് ആണ്. ഒരു സാധനം കണ്ടത്, അതോ നമ്മുടെ VNR പേരൊക്കെയാണ്. ഒരു നിലക്കത് അണ്ണാൻ കണ്ടിട്ടില്ല. അണ്ണാൻ കാണുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടൂല, പഴുത്തിട്ടില്ല. എന്തായാലും ഇവിടെ നിർത്തണില്ല. ഏകദേശം ഒരു 500 ഗ്രാമിൻ്റെ തോതുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരടുത്തൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിനി ഒരു ഫ്രൂട്ട്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഗ്യാസാണ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് സിട്രസ് ഐറ്റംസുകൾ അതിനെ പറ്റി അറിയണവർക്കറിയാം. പൊട്ടിച്ച് നമ്മൾ ഉടനെ കഴിക്കാൻ പാടില്ല. ഒരു 2 ദിവസം അത് വെച്ചിരിക്കണം. കാരണം കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഓറഞ്ചുകളൊക്കെ എന്തായാലും ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ കയ്യിലേക്ക് ഇത് എത്തുക. അതാണ് ഇതിൻ്റെ ഓറഞ്ച്. ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. വെളിച്ചക്കുറവുണ്ട് അവിടെ. നിറയെ കുരുവാണ്. ഈ വെറൈറ്റിൻ്റെയാണ്. അങ്ങനെ ഒരു ഓവർ മധുരം എന്ന് പറയാനൊന്നുമില്ല. എങ്കിലും നമ്മൾ മഴക്കാലത്ത് മഴ കഴിഞ്ഞ് ഇങ്ങനെ ഒരു മധുരം കിട്ടുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ചെറിയ പുളിയും അതോട് കൂടിയിട്ടൊരു മധുരവും. ഹൈ മധുരം എന്നൊന്നും പറയാനില്ല. എങ്കിലും അത് എന്തിനാണ് നമ്മൾ തിന്നിങ്ങനെ കണ്ടു നിന്നാൽ പോലെ കണ്ടില്ല. ഇങ്ങനെ കണ്ട് കൊല കുത്തി കായ്ച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഇത് ജസ്റ്റ് എന്നാരോ ഇപ്പോഴത്തെ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മുക്രി ഇടണങ്ങൾ കേൾക്കുന്നുണ്ടാവും. ആ മുക്രിക്കാർക്ക് നമ്മൾ മനസ്സ് വിചാരിച്ചാൽ
ആന്ധ്രയിലല്ല, രാജസ്ഥാനിലല്ല, കേരളത്തിലും നമുക്ക് ഓറഞ്ച് കായ്പ്പിക്കാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ് വാങ്ങാൻ കാശുണ്ടായാൽ പോരാ, അത് ഡ്രൈവിംഗ് കൂടെ പഠിക്കണം. ഡ്രൈവിംഗ് കൂടെ പഠിച്ച് വണ്ടി ഓടിക്കാൻ പഠിച്ചാലേ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ തൈ വാങ്ങുന്നവർ ഒക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് ഏതെങ്കിലും മൂലക്കൽ കൊണ്ടുവച്ചാലൊന്നും ഓറഞ്ച് കായ്ക്കൂല. ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.